ഇന്ന് കുറച്ച് മീനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിന്ന് ലാസ്റ്റ് ഡേ ആണ് നാട്ടിൽ. ഞാൻ നാളെ ദുബായിലേക്ക് പോവുകയാണ്. അന്നേരം ഞാൻ എൻ്റെ ചേട്ടന് കുറച്ച് മീനെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. സർപ്രൈസായിട്ട് വാങ്ങിക്കുകയാണ്. അത് കുറേ മീനുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുറേ മീനുണ്ട്. പക്ഷേ ഇതും കൂടി സർപ്രൈസ് കൊടുക്കുക. ഇന്ന് ലാസ്റ്റ് ഡേ ഞാൻ ഇവിടെ, അതുകൊണ്ടാണ് നമുക്ക് കൊടുത്തു നോക്കാം. അത് ടി വി ആണ് അതിനകത്ത്. ചേട്ടാ കണ്ണടച്ചേ. കാണിച്ചല്ലേ, ലൈറ്റ് ഇടട്ടെ. ഫൈറ്ററുടെ ഓസ്കാർ മരിച്ചു പോയായിരുന്നു. 2 എണ്ണം മരിച്ചു പോയത്, അതുകൊണ്ട് 2 എണ്ണം തന്നെ വേറെ വാങ്ങിച്ചു കൊടുത്തു. സെയിം എൻ്റെ പെറ്റി ഫിഷും കഴിഞ്ഞ ദിവസമാണ് മരിച്ചു പോയത്. ഇപ്പോൾ ഫൈറ്റർ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞ ദിവസം മരിച്ചു പോയതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു അയാളുടെ മരിച്ചു പോയതിൽ. അതുകൊണ്ടാണ് വേറെ ഒന്നും കൂടി വാങ്ങിച്ചത്. പിന്നെ നമ്മൾ കുറച്ച് ഗപ്പി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഫീമെയിലാണ്, മെയിലും ഉണ്ട്. നല്ലതാണ്. ഇതെല്ലാം കൂടി ഒരു കുറച്ചായി, പറയുന്നില്ല. സോ ഇത് ഇത്രയാണ് വാങ്ങിച്ചേക്കുന്നത്. ഒരു ഫൈറ്റർ വാങ്ങിച്ചിട്ടുണ്ട്, 2-3 ഗപ്പീനെ വാങ്ങിച്ചിട്ടുണ്ട്. 2 ജോഡി ഗപ്പിയാണ്, പിന്നെ ഒരു ജോഡി ഓസ്കാറും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇത്രയും വാങ്ങിച്ച് നമുക്കിനെ റിലീസ് ചെയ്യാം. ഓക്കെ, നമുക്കത് റിലീസ് ചെയ്യുന്നതും കൂടി കാണാം. പിടിച്ചോ. നമുക്ക് ആദ്യമേ ഫൈറ്ററിനെ നമ്മൾ ഗപ്പീനെയും ചെയ്യാം. ഫസ്റ്റ് ഫൈറ്ററിനെ ചെയ്യാം. ഓക്കെ, നമുക്കത് ഫൈറ്ററിനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അവിടുത്തെ ലൈറ്റ് ഒന്ന് ഇടാം. ഞാൻ ലൈറ്റ് ഇടട്ടെ. അത് നമ്മൾ ഈ കുളത്തിലാണ് ഇടുന്നത്. കണ്ടോ, കുളമല്ല, പോട്ടിലാണ്, കാണുന്നില്ല. അത് പൊക്ക്. നേരത്തെ അതിലായിരുന്നു ഫൈറ്റർ കടന്നിരുന്നത് കേട്ടോ. നമ്മൾ ഫൈറ്ററിനെ പൊട്ടിച്ചിട്ടുണ്ട്. നല്ല കളറ് ഫൈറ്ററാണ്. നിങ്ങൾ കുറേ കടകൾ തപ്പി ആ കളർ ഫൈറ്ററിനെ എടുക്കാനായിട്ട് എന്നിട്ട് അവസാനം അത്. അപ്പോൾ നമുക്ക് ഇടാം. അത് നമ്മുടെ കൂത്താടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇട്ട് കൊടുത്തിട്ട് അതിനെല്ലാം തീരുമാനിക്കാം. അത് പോയിട്ടുണ്ട് അകത്തേക്ക്. നല്ല ഭംഗിയുണ്ട്. അതെ, നല്ല ഭംഗിയുണ്ട്. നമുക്ക് അടുത്ത ഓസ്കാറിനെ അല്ല, ഗപ്പീനെ റിലീസ് ചെയ്യാം. ഫീമെയിലും മെയിലും ഒക്കെ ഉണ്ട്. അന്നേരം ഫീമെയിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇതിനെ റിലീസ് ചെയ്യാം. അതിനെ റിലീസ് ചെയ്യുന്ന ആരാണ്? ഞാനാണ്. ഇത് പിടിക്ക്. അങ്ങനെ നെക്സ്റ്റ് ഞാനിത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. വരൂ. എവിടെയാണ്? വരൂ. ഇത് 2 ജോഡി വാങ്ങിച്ചേക്കാണ്. ഇതും പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒരെണ്ണം കിടപ്പുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാലുള്ളതാണ്. ഇത് നല്ല രസമുണ്ട്. അത് നമുക്ക് എന്നിട്ട് റിലീസ് ചെയ്യാം. അയ്യോ, നമ്മൾ ഇതൊക്കെ സ്ഥലമാണ് കേട്ടോ നമ്മുടെ മീനൊക്കെ ഇടുന്നത്. അത് ഇവിടെ ആയിട്ടാണ് ഇടുന്നത്. ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ അകത്ത് വേറെ ഗപ്പി എല്ലാം കിടപ്പുണ്ട്. കണ്ടില്ലേ? ഇത് നമുക്കിതിനെ ഒന്ന് റിലീസ് ചെയ്തെടുക്കാമേ. തുറക്കട്ടെ. കെട്ട് എനിക്ക് കറക്റ്റായിട്ട് അടിക്കാനായിട്ട് അറിയില്ല. എന്നെ നമ്മുടെ മെയിൻ ആൾ തന്നെ എടുക്കട്ടെ. വാഴയിലയുടെ ചുറ്റിലാണ് നിൽക്കുന്നത്. മാസ്റ്റർ അയക്കുകയാണ്. ഓക്കെ, അയച്ചിട്ട് ഞാൻ റിലീസ് ചെയ്യാമേ. തന്നേക്കാം, കാണിച്ചു. അത് നമ്മൾ 4 ഗപ്പികളെ അങ്ങോട്ട് നമ്മളങ്ങോട്ട് ഇടാൻ പോവാ. യെസ് അങ്ങനെ തന്നെ. ഓക്കെ, ഇത് 4 എണ്ണം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഒന്ന് പ്രഗ്നൻ്റ് കൂടിയാണ്. ഇനി നമുക്ക് വേറെനെ എടുക്കാം. ഇനി ഓസ്കാറിനെയാണ്. ഓസ്കാർ ഒരെണ്ണം ഞാൻ റിലീസ് ചെയ്യും, ഒരെണ്ണം ചേട്ടൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. നമുക്കതൊന്ന് കാണാം. റോഡ് കാണാൻ കാരണം ഫൈറ്ററുടെ ഓസ്കാർ മരിച്ചുപോയി. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കരയൊക്കെ ചെയ്ത്
ആദിച്ചേട്ടൻ അതുകൊണ്ട് തന്നെയാണ് അത് തന്നെ വാങ്ങിച്ചത്. പക്ഷെ അന്നത്തെ അത്രയും വലിപ്പമില്ല. ഇതിനെയൊക്കെ വളർത്തി വലുതാക്കണം. ഒന്ന് ചെറുതാ, വേറെ ഒന്ന് ഒരു ചെറിയ ചെറിയ മീഡിയം സൈസാണ്. ദാണ്ടെ കാണിക്ക്, അടിപൊളി സാധനം. ടൈഗർ ഓസ്കാർ ഈ സെയിം അളവാണ്. നമുക്കിതുപോലെ പോവാം, ഇടാം. നിങ്ങൾ ഇത് ഓസ്കാറൊക്കെ ഇടുന്ന ഒരു കുളമുണ്ട് കേട്ടോ. കുളമല്ല, അത്ര വലിയ കുളമൊന്നുമല്ല, ജസ്റ്റ് ചെറിയൊരു കുളമാണ്. പക്ഷേ വലുതാകണ്ട. അവിടെ ഇതാണ് സ്ഥലം. നമ്മൾ നെറ്റൊക്കെ വെച്ച് പൂട്ടിയേക്കുക. പിന്നെ കൊക്കൊക്കെ വന്ന് കഴിക്കാറുണ്ടായിരുന്നു പണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വെച്ച് കയറൊക്കെ ഇട്ട് വെച്ചേക്കാം. അതെ, അത് നമ്മൾ ജസ്റ്റ് ടെമ്പറേച്ചറൊക്കെ ഞാൻ നേരത്തെ ചെയ്തു. അതൊന്നും ആദിച്ചേട്ടൻ അറിയില്ല കേട്ടോ. അതൊക്കെയാണ് ഇത്. ആദിച്ചേട്ടൻ ജസ്റ്റ് ഒന്ന് വെക്കട്ടെ. ഇനി നമ്മൾ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വിളിക്കാം. അപ്പം നമ്മൾ ടെമ്പറേച്ചറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വന്നേക്ക് ഒന്നും കൂടി ചെയ്യാനായിട്ട് ഇത് ഇനി ആഴ്ചയായിട്ട് തന്നെ റിലീസ് ചെയ്തു. പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടാനായിട്ട് ഗപ്പിയല്ല ഗോൾഡൻ ഫിഷൊക്കെ വന്നങ്ങോട്ട്. നല്ല വിശന്നിരിക്കും എല്ലാവരും. നമുക്ക് അതിന് ശേഷം വേണം തീറ്റ ഇട്ട് കൊടുക്കാനായിട്ട്. ഡബിൾ പാക്കിങ് കേട്ടോ, എന്താ കവറിനകത്തായിട്ടോ ഇട്ടേക്കുന്നത്. അങ്ങനെ നമുക്ക് വിടാം. എല്ലാം വിടണം, ചത്തു പോകാൻ ചാൻസ് കൂടുതലാണ്. കാണാൻ പറ്റുമോ? പിടിക്കാൻ പോവാ കേട്ടോ, കടിക്കല്ലേ. വലിയ ഓസ്കാറൊക്കെ കടിക്കാറുണ്ട്, പക്ഷെ ചെറുതൊന്നും കടിക്കാറില്ല കേട്ടോ. ആഴ്ചേട്ടൻ പിടിക്കുമോ? ഞാൻ പിടിക്കാറെണ്ണത്തിന്. പിടിച്ചല്ലോ. ഓ കൊല്ലല്ലേ, വായൊക്കെ തുറക്കുന്നുണ്ട്. പൊളി പൊളി. അതിന് ഞാൻ പിടിക്കാം. പിടിച്ചോ, ഞാൻ പിടിച്ചിട്ടോളാം. അങ്ങനെ ഇതിനെ നമ്മൾ പിടിക്കാൻ പോവുകയാണ്. എന്തിയേ ചേട്ടനെ ഞാനൊന്ന് പിടിക്കുക. സുഖമായിട്ട് പോയി. മറ്റേ ഇത് പിടച്ചായിരുന്നു നന്നായിട്ട്. അതിൻ്റെ വെള്ളം കൂടി നമ്മൾ ഹലോ ഗൈസ്, ഞാനിന്ന്